വാതിലടഞ്ഞതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു. ആ വഴി തുറക്കപ്പെടാത്തതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു. ഇങ്ങനെ മനോദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളോടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 27-ാം വാക്യം: ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി അതിശക്തമായി ഇന്ന് ദൂത് വെളിപ്പെടുത്തുക: ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. വചനം പറയുന്നു, എൻ്റെ ജനം. ഇന്ന് പരിശുദ്ധാത്മാവ് പുതിയ നിയമ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തുന്ന ശബ്ദം: എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം: വാതിലടഞ്ഞു, വഴിയടഞ്ഞു. ദൈവത്തിൻ്റെ പൈതലേ, അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ശത്രുവിന് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അതടയ്ക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ലജ്ജിച്ചു പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ തലകുനിക്കേണ്ടി വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ ആ ശബ്ദം ഇന്ന് ഏറ്റെടുത്തു. വിടുതലായി മാറാൻ പോവുക, മനസ്സ് തിരിയാൻ പോവുക, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലെ ദുഃഖം മാറാൻ പോവുക. ആ നിലയിലെ ദൈവം ദൂത് ഇടപെടുന്നത്. ദൈവത്തിന് ഇതിനും വലിയൊരു വാതിൽ തുറക്കാനുണ്ട്. ശത്രു അടച്ച വാതിലിനെ ദൈവത്തിൻ്റെ പൈതലെ ദുഃഖിച്ച് അതിൻ്റെ വാതിക്കൽ ഇന്നും ഇരിക്കുകയാണോ? ഇന്ന് എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഇതിനും ശ്രേഷ്ഠമായതും ഇതിനും വലിയതൊന്ന് ദൈവം ഇതാ തുറന്നു തരാൻ പോകുന്നു. ആ നിലയിലാ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പോകുന്നത്. ചിലത് ഇല്ലാത്ത നിമിത്തം ഞാൻ ലജ്ജിച്ചു പോയെന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന ദൈവം ഇതിലെ ലജ്ജിച്ചു പോകാതിരിക്കുക. ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്തു. ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവമുണ്ട് എന്ന വാക്യം വ്യക്തമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ഈ ദൂത് പകരുന്നു. ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കാത്ത ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. വഴികളില്ല, വാതിലുകളില്ല, മുഖാന്തരങ്ങളില്ല, സാധ്യതകൾ കാണുന്നില്ല, അത്ഭുതങ്ങൾ കാണുന്നില്ല. പക്ഷേ അത്ഭുത മന്ത്രിയായ ദൈവം കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ദൈവം കൂടെയുണ്ടെങ്കിൽ ആരാ ലജ്ജിച്ചു പോകുന്നത്? ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്കാ തോൽപ്പിക്കാൻ പറ്റുന്നത്? ദൈവം കൂടെയുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആർക്കാ പരാജയപ്പെടുത്താൻ കഴിയുന്നത്? ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് ഏറ്റെടുക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, തീച്ചൂളയിലേക്ക് എബ്രായ ബാലന്മാർ വീണപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ഉണ്ടെന്നേ. സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയേൽ നീട്ടപ്പോൾ ദൈവം ഉണ്ടെന്നേ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കാരാഗ്രഹത്തിൽ അകപ്പെട്ട അവിടെ നടുവിൽ ദൈവം ഉണ്ടെന്നേ. ജനം മരുഭൂമിയിലായ അവിടെ ദൈവം ഉണ്ടെന്നേ. മാറയുടെ അനുഭവത്തിലായ അവിടെ ദൈവം ഉണ്ടെന്നേ. ഇന്ന് പകൽ അങ്ങനെ ദൂത് വിശ്വസിച്ചോ? എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ, എൻ്റെ ശൂന്യതയുടെ നടുവിൽ ദൈവമുണ്ട്. അതിൻ്റെ അർത്ഥവാ ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഇതാണ്: ഒരു നാളും എൻ്റെ മകൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, എൻ്റെ മകൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഭാവി തെളിഞ്ഞു വരാൻ പോവാ, വഴി തുറക്കപ്പെടാൻ പോവാ, വാതിൽ തുറക്കപ്പെടാൻ പോവാ. ആ കർത്താവിൻ്റെ പ്രവൃത്തി, വലിയവനായ ദൈവത്തിൻ്റെ പ്രവൃത്തി ലജ്ജിപ്പിക്കാതെ നോക്കുന്ന ദൈവം നമ്മുടെ കർത്താവ്, ലജ്ജിപ്പിക്കാതെ ഉയർത്തുന്ന ദൈവം നമ്മുടെ കർത്താവ്. ഇന്ന് മനോഭാവങ്ങളെ തിരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് തന്നെ പറ.
ദൂത് ഏറ്റെടുത്തു. മരുഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്, വഴികളടഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ലജ്ജിച്ചിട്ടില്ല, കാരണം വാതിൽ തുറക്കാൻ ശക്തനായവൻ അത്ഭുതമന്ത്രി എൻ്റെ കൂടെയുണ്ട്. ആ നിലവാരത്തിലുള്ള വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ പൈതലേ അത്ഭുതങ്ങൾ കാണും, ദൈവപ്രവർത്തികൾ കാണും. ലജ്ജിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് തന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതാ ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നു. കർത്താവ് സഹായിക്കാൻ പോകുന്നു, ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. നിത്യനായിരിക്കും ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തല ഉയർത്തുന്നൊരു ദിവസമായി, മനസ്സ് തിരുത്തുന്നൊരു ദിവസമായി, ഹൃദയം ബലപ്പെടുത്തുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ഈ വചനം വിടുതലായി ചൈതന്യമായി മാറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.